സാറ ജോസഫിൻ്റെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിൽ ഒന്നാണ് ആലാഹയുടെ പെൺമക്കൾ. തൃശൂർ നഗരത്തിന് സമീപമുള്ള കോക്കാഞ്ചിറ എന്ന സ്ഥലത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതം 8 വയസ്സുകാരിയായ ആനിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നഗരം പുറന്തള്ളുന്ന അവശിഷ്ടങ്ങളും ശവങ്ങളും എത്തുന്ന കോക്കാഞ്ചിറയിലെ തോട്ടികൾ, തൂപ്പുകാർ തുടങ്ങിയ അധസ്ഥിത വിഭാഗങ്ങളുടെ അതിജീവനമാണ് നോവലിൻ്റെ കാതൽ. 3 തലമുറയിലെ സ്ത്രീകളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പോരാട്ടങ്ങളും നോവൽ ചർച്ച ചെയ്യുന്നു. പുരുഷാധിപത്യത്തിൻ്റെതായ ചരിത്രരചനകളിൽ ഇടം പിടിക്കാത്ത സ്ത്രീ ജീവിതങ്ങളെ ഇതിൽ അടയാളപ്പെടുത്തുന്നു. വികസനത്തിൻ്റെ പേരിൽ പാവപ്പെട്ടവർ അവരുടെ മണ്ണിൽ നിന്ന് എങ്ങനെ ആട്ടിയോടിക്കപ്പെടുന്നു എന്ന് നോവൽ വരച്ചുകാട്ടുന്നുണ്ട്. കോക്കാഞ്ചിറയിൽ മതിലുകൾ ഉയരുന്നതും ഗ്രാമീണത നഷ്ടപ്പെടുന്നതും ഇതിൻ്റെ ഭാഗമാണ്. നോവലിലെ പ്രധാന കഥാപാത്രങ്ങളിലേക്ക് നോക്കിയാൽ, ആനി നോവലിലെ കേന്ദ്ര കഥാപാത്രവും കഥാകാരിയും. അവളുടെ നിഷ്കളങ്കമായ കണ്ണുകളിലൂടെയാണ് കോക്കാഞ്ചിറയുടെ ചരിത്രവും വർത്തമാനവും വായനക്കാർ കാണുന്നത്. ആനിയുടെ മുത്തശ്ശിയായ അമ്മമ്മ, ആലാഹയുടെ പ്രാർത്ഥന എന്ന രഹസ്യമന്ത്രത്തിൻ്റെ ഉടമയും പഴയകാലത്തിൻ്റെ ഓർമ്മകളുടെ സൂക്ഷിപ്പുകാരിയുമാണ് അവർ. കൊച്ചുറോത്, ആനിയുടെ അമ്മ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ടും കുടുംബം പുലർത്താൻ കഠിനാധ്വാനം ചെയ്യുന്ന ധീരയായ സ്ത്രീ. കുട്ടിപ്പാപ്പൻ, തകർന്നു പോകുന്ന ഗാന്ധിയൻ ആദർശങ്ങളെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രം. തിന്മയെ അകറ്റാൻ ശേഷിയുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്ന മന്ത്രമാണ് ആലാഹയുടെ പ്രാർത്ഥന. ഇത് നോവലിലെ പ്രധാനപ്പെട്ട പ്രതീകമാണ്. ആനിയുടെ സ്വപ്നങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പ്രതീകമാണ് അമരപ്പന്തൽ. വികസനത്തിൻ്റെ റോളർ കയറി ഇറങ്ങിയ പന്തൽ തകരുന്നത് അവളുടെ സ്വപ്നങ്ങളുടെ തകർച്ചയെ സൂചിപ്പിക്കുന്നു. തൃശൂർ പ്രാദേശിക ഭാഷയുടെ തനിമ നിലനിർത്തിക്കൊണ്ടാണ് നോവൽ രചിച്ചിരിക്കുന്നത്. സാറ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കോക്കാഞ്ചിറ ഗ്രാമമാണ്. തൃശൂർ ജില്ലയിലെ കുരിയച്ചിറ എന്ന സ്ഥലത്തെ അടിസ്ഥാനമാക്കിയാണ് എഴുത്തുകാരി ഈ പ്രദേശം സൃഷ്ടിച്ചിരിക്കുന്നത്. നഗരം പുറന്തള്ളുന്ന മാലിന്യങ്ങളും ശവങ്ങളും നിക്ഷേപിച്ചിരിക്കുന്ന ഇടമായിരുന്നു കോക്കാഞ്ചിറ. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആൾക്കാർ ജീവിക്കുന്ന ഇടം. നഗരത്തിൻ്റെ ശുചിത്വത്തിന് ഇവരുടെ സേവനം അത്യാവശ്യമാണെങ്കിലും ഇവിടുത്തെ മനുഷ്യരെ സമൂഹം അംഗീകരിച്ചിരുന്നില്ല. അവർ സാമൂഹികമായും സാംസ്കാരികമായും അദൃശ്യരാക്കപ്പെട്ടവരായിരുന്നു. നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ഭൂമിയുടെ മൂല്യം വർദ്ധിച്ചപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ താമസക്കാർ കുടിയൊഴിക്കപ്പെട്ടു. വികസനം എങ്ങനെയാണ് പാവപ്പെട്ടവരുടെ വേരുകൾ അറുത്തു മാറ്റുന്നത് എന്നതിൻ്റെ പ്രതീകമാണ് ഈ പ്രദേശം. ദുരിതങ്ങൾക്കിടയിലും അതിജീവനത്തിനായി പോരാടുന്ന സ്ത്രീകളുടെ ഇടം കൂടിയാണിത്. അമ്മാമയുടെ ആലാഹയുടെ നമസ്കാരം ഇവിടുത്തെ മനുഷ്യർക്ക് പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു ഗൂഢ മന്ത്രമായിരുന്നു. ശവക്കല്ലറകളും ദുർഗന്ധം വമിക്കുന്ന തോടുകളും മന്ത്രവാദവും ഒക്കെ ചേർന്ന ഒരു പ്രത്യേകതരം അന്തരീക്ഷമാണ് കോക്കാഞ്ചിറയ്ക്ക് നോവലിൽ നൽകിയിരിക്കുന്നത്. കോക്കാഞ്ചിറ എന്നത് കേവലം ഒരു സ്ഥലമല്ല, മറിച്ച് വികസനം വിഴുങ്ങിയ ഒരു സംസ്കാരത്തിൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെയും അതിജീവനത്തിൻ്റെ പ്രതീകമാണ്. പുറം ലോകത്തിന് കോക്കാഞ്ചിറ വെറും മാലിന്യ പറമ്പാണെങ്കിലും അമ്മമ്മയ്ക്ക് അത് തങ്ങളുടെ വംശാവലിയുടെയും പോരാട്ടങ്ങളുടെയും മണ്ണാണ്. ആലാഹ തങ്ങളെ കാക്കുമെന്ന് അവർ വിശ്വസിച്ചു. വികസനം വന്നപ്പോൾ ഉയർന്ന മതിലുകൾ കോക്കാഞ്ചിറയിലെ മനുഷ്യരെ വീണ്ടും തടവിലാക്കി. ആനിയുടെ പ്രിയപ്പെട്ട അമരപ്പന്തലുകൾ തകർക്കപ്പെട്ടത് വികസനം പാവപ്പെട്ടവരുടെ സ്വപ്നങ്ങളെ എങ്ങനെ ചവിട്ടിമെതിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. പുരുഷന്മാർ മദ്യപിച്ചും കലഹിച്ചും സമയം കളയുമ്പോൾ കോക്കാഞ്ചിറയിലെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചത് അവിടുത്തെ പെൺകരുത്താണ്. കൊച്ചുറോത്തും അമ്മമ്മയും ആനിയും ചേരുന്ന പെൺനിരയാണ് ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികൾ. കോക്കാഞ്ചിറയിലെ ആ പഴയ ലോകം വികസനത്തിന് വഴിമാറിയപ്പോൾ നഷ്ടപ്പെട്ടത് ആ ജനതയുടെ സ്വത്വവും സംസ്കാരവുമാണ്. നോവലിലെ ഏറ്റവും നിഗൂഢവും എന്നാൽ അർത്ഥവത്തുമായ ഒരു പ്രതീകമാണ് ആലാഹയുടെ നമസ്കാരം. കോക്കാഞ്ചിറയിലെ ദുരിതം നിറഞ്ഞ ജീവിതങ്ങൾക്കിടയിൽ തിന്മകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും തങ്ങളെ കാത്തുരക്ഷിക്കുന്ന ഒരു ഗൂഢമന്ത്രമായിട്ടാണ് അമ്മമ്മ ഈ പ്രാർത്ഥനയെ കാണുന്നത്. ആലാഹ എന്നാൽ അറബിക് സുറിയാനി ഭാഷകളിൽ ദൈവം എന്നാണ് അർത്ഥം.
ഈ പ്രാർത്ഥന ഒരിടത്തും എഴുതി വച്ചിട്ടില്ല. അത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഔദ്യോഗിക മതങ്ങൾക്കും നിയമങ്ങൾക്കും പുറത്തുള്ള ഒരു പെൺ അറിവ് ആയി ഇതിനെ കണക്കാക്കാം. തങ്ങളെ നഗരത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പുറന്തള്ളാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള ദരിദ്രരുടെ ഏക ആയുധമാണിത്. ഇതവർക്ക് നൽകുന്നത് വലിയൊരു മാനസിക ധൈര്യമാണ്. ലോകം മുഴുവൻ തങ്ങളെ മറന്നാലും ആലാഹ തങ്ങളെ കാണുന്നുണ്ടെന്ന വിശ്വാസം അവർക്ക് നൽകുന്നത് ഈ പ്രാർത്ഥനയാണ്. ആനിയിലൂടെ ഈ മന്ത്രം പുതിയ തലമുറയിലേക്ക് എത്തുമ്പോൾ അതൊരു സംസ്കാരത്തിന്റെ തുടർച്ചയായി മാറുന്നു. ചുരുക്കത്തിൽ, അധികാരവും പണവും ഇല്ലാത്തവർക്ക് ദൈവത്തോടുള്ള നേരിട്ടുള്ള സംവാദമാണ് ഈ ആലാഹയുടെ നമസ്കാരം.